ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. എന്ത്? KJU സെക്രട്ടറി കളവ് പറഞ്ഞു കഴിഞ്ഞു, KJU സെക്രട്ടറി ഇതാ നുണ പറഞ്ഞു കളഞ്ഞു, എറണാകുളം ജില്ലയിലെ പാനായിക്കുളത്ത് വെച്ച് KJU സെക്രട്ടറി തോന്നിയാസം പറഞ്ഞു കളഞ്ഞു, ഇയാൾ ആ സീറ്റിലിരിക്കാൻ യോഗ്യനാണോ? വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഹനീഫ് കായക്കൊടി പ്രയാസപ്പെടുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് സോഷ്യൽ മീഡിയ സജീവമാണത്രേ. എന്താ? KJU സെക്രട്ടറി കളവ് പറഞ്ഞു, KJU സെക്രട്ടറി തോന്നിയാസം പറഞ്ഞു, ആ സീറ്റിലിരിക്കാൻ അർഹനല്ലെന്ന് പറയുന്നു. ഇത് ഇന്നും ഇന്നലെയും മാത്രമല്ല പറയേണ്ടത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ KJU സെക്രട്ടറി എന്ന് പറയുന്ന ഹനീഫ് കായക്കൊടി പച്ചക്കളവാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അവതരിപ്പിച്ചിരുന്നത്. അത് ഇപ്പോഴാണ് അണികൾക്ക് ബോധ്യമായത് കള്ളനാണെന്നുള്ളത്. എന്നാൽ ഇതുവരെ ഇത്രയും കാലവും സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹനീഫ് കായക്കൊടി മുന്നോട്ട് പോയത്. ഇപ്പം മൂപ്പർക്ക് ഭയങ്കര പ്രയാസം. സ്വന്തം അണികൾ കള്ളനാണ്, കളവ് പറയുന്നു, തോന്നിയാസം പറയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നിയത്. പ്രയാസപ്പെടേണ്ടി വരും. കാരണം ഹദീസും ഖുർആനും സ്വന്തമായി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ദുരന്തങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഹനീഫ കായക്കൊടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകം എവിടെ? ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ ഹനീഫ് കായക്കൊടി പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ അതിൽ ഇല്ല എന്നാണ്. ഉണ്ട് മൗലവി, ഉണ്ട്. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് കിട്ടും. ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഹനീഫ് കായക്കൊടിക്കും സംഘത്തിനും സാധിക്കുകയില്ല. മറുപടി പറയണം. അതിന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് അതിൽ ഉണ്ട്. അതെവിടെ? ആ വാചകം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതെ മെല്ലെ ഒഴിഞ്ഞ് വേറെ രീതിയിലേക്ക് പ്രസംഗം കൊണ്ടുപോയി രക്ഷപ്പെടുകയാണ് മൗലവി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല മൗലവി ചെയ്യേണ്ടത്. കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തേ പറ്റൂ. പ്രാർത്ഥിക്കണം എന്നതിൽ കിട്ടും, വായിച്ചാൽ മനസ്സിലാകും. ആ പ്രാർത്ഥന ശിർക്കല്ല എന്നതിൽ ഉള്ള വാചകം കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്തിട്ടില്ല ഹനീഫ് മൗലവി. എവിടെയാണെന്ന് അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. പറഞ്ഞേ പറ്റൂ. വാചകം എവിടെ എന്നാ ചോദിക്കുന്നത്. ആ വാചകം എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല. ഒരാവേശത്തിൽ വിഷ്ണു വിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ്. എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല. കാരണം എന്താ? മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. എന്നും മുജാഹിദുകൾ അത് പറഞ്ഞു. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി. കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്ന പുസ്തകം എഴുതി. ആ പുസ്തകം പുറത്തിറങ്ങി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്നതിൽ സമർത്ഥിച്ചു. ഈ പുസ്തകം പുറത്തിറങ്ങി ആളുകൾ അത് കേട്ടു. ഏതുപോലെ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിർക്കിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എങ്ങനെ വെളിച്ചം കാണിച്ചോ, അതേപോലെ കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങൾക്ക് കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം വെളിച്ചം കാണിച്ചു. നോക്കൂ സുഹൃത്തുക്കളെ, ഈ ഹനീഫ് കായക്കൊടിയുടെ തള്ള് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ശിർക്കിലായിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന മഹാൻ കിതാബ് തൗഹീദ് വിവരിച്ചപ്പോൾ എല്ലാവരും ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ കേരളത്തിലുള്ള ആളുകളും ഈ കണ്ണൂർക്കാരൻ്റെ ആ കൃതി കണ്ടിട്ട് തൗഹീദ് പഠിച്ചു എന്നാണ് ഈ തൗഹീദിൻ്റെ വാദം. എന്തൊരു വിചിത്രമായ വാദമാണ് ഹനീഫ് കായക്കൊടിൻ്റേത്. പിന്നെ എങ്ങനെ അണികൾ കള്ളനല്ല എന്ന് പറയാതിരിക്കും? കള്ളനാണെന്ന് പറയുന്നതിൽ 100% യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടാൽ തന്നെ. സമസ്തയുടെ കൂടാരം ഇളകി. എന്ത് ചെയ്യണം? ആളുകൾ ഇതാ ഇത് വായിക്കുകയാണ്, ഖുർആൻ ആയത്തുകൾ അതിൽ നിന്ന് പഠിക്കുകയാണ്, എന്നിട്ട് ജനങ്ങൾ തൗഹീദിലേക്ക് പോവാൻ. സമസ്തൻ്റെ കൂടാരം ഇളകി. സമസ്ത ആകെ ബേജാറിലായി. കാരണം ആ ഒരൊറ്റ പുസ്തകം കൊണ്ട് സമസ്തക്കാർക്കാകെ പേടിച്ച് വെപ്രാളപ്പെട്ടു. എന്താ ഈ തള്ള്?
അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മണികൾ പറയുന്നത് KJU സെക്രട്ടറി കള്ളനാണ്, കളവ് പറയുന്നെന്ന്. ഈ കള്ളത്തരം തന്നെയാണ് ഹനീഫ് കായക്കൊടി ഇത്രയും കാലം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതുവരെ ചെയ്തത് ശിർക്കാണ് എന്നവർ തിരിച്ചറിയാൻ അങ്ങനെ സമസ്ത എന്ത് ചെയ്തു? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. എന്തിന്? ഈ പുസ്തകത്തിന് ഒരു മറുപടി എഴുതാൻ. അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന്, അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിന് മറുപടി എഴുതാൻ സമസ്ത റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ ചുമതലപ്പെടുത്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണിത് അൽ ഖൗലുസ് സദീദ്. അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ്. തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം അതിന്റെ പേര് തന്നെ. തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതുന്നത് നോക്കൂ. പിൻബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഈ ഖുർആൻ വാക്യം ഒരു ശക്തിമത്തായ ഖണ്ഡനമാകുന്നു. ഇത് അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാചകാൻ. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. എന്താ സുന്നികൾ പറയുന്നത്? അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകം വന്നതിന്റെ ശേഷം സമസ്ത ഏൽപ്പിച്ച റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പിന്നെ പറയാണ്, ഈ പുസ്തകം കണ്ടതിന്റെ ശേഷം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണെന്ന് പറയാൻ ഈ മൗലവിൻ്റെ പുസ്തകം കാണേണ്ടി വന്നു എന്നാണ് ഈ ഹനീഫ് കായക്കൊടി കളവ് പറയുന്നത്. അതും ഒരു കളവല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കള്ളനെന്ന് പറയാനും കാരണം സുന്നി വിശ്വാസം, സുന്നി പണ്ഡിതന്മാർ ഏത് കാലത്തും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അതല്ല, മറ്റുള്ളവരാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് ഈ മൗലവിമാർ. അങ്ങനെ അന്ന് മുതൽ ഏതു കാലത്തും കളവ് പ്രചരിപ്പിക്കുന്ന, കള്ളത്തരം മാത്രം പറയുന്ന വ്യക്തി തന്നെയാണ് ഈ ഹനീഫ് കായക്കൊടി എന്ന് മുജാഹിദ് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വെപ്രാളവും അതിൻ്റെ ബേജാറിലുമാണ് ഇപ്പോൾ ഹനീഫ് കായക്കൊടി ഉള്ളത് എന്ന് ഈ പ്രസംഗത്തിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ മാറിയിട്ടോ? ഇപ്പൊ സമസ്തക്കാർ മാറി. അത് നമുക്ക് വേറെ പറയാം. അന്ന് സമസ്തക്കാരെന്താ പറഞ്ഞത്? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്ന ദർശനമോ അല്ലെങ്കിൽ പിശാചിന്റെ പക്കൽ നിന്നുള്ള ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളൊക്കെ എന്തേ വിശ്വസിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാ പറഞ്ഞത്? സുന്നികൾ. ഇത് സുന്നികൾ പറഞ്ഞപ്പോ മുജാഹിദുകൾ പ്രബോധന പ്രവർത്തനം നിർത്തിയോ? ഹനീഫ് കായക്കൊടി താങ്കളുടെ ദുർവ്യാഖ്യാനവും കളവും കൊണ്ട് മാത്രമാണ് ഇന്ന് സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന അടിയും പിടിയും അതുപോലെ ഈ കാണുന്ന കൂട്ടത്തല്ലുമെല്ലാം ഈ തർക്ക വിതർക്കങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണക്കാരൻ താങ്കളെപ്പോലെയുള്ള മുജാഹിദ് മൗലവിമാരുടെ ഉത്തരവാദിത്വമില്ലാത്ത, നേരല്ലാത്ത മാർഗത്തിൽ പലതും വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വഹാബിസം അടിച്ചു പിരിയും എന്നതിൽ തർക്കമില്ല എന്ന് ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഇപ്പൊ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അൽ ഇസ്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് എവിടെയാണുള്ളത്? എന്തിനാണ് പച്ച നുണ പറയുന്നത് എന്നാണ്. ഇവിടെ കേട്ട മുഴുവൻ മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്താ പറഞ്ഞത്? അൽ ഇസ്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ടാണ് പച്ച നുണ ഇവിടെ വന്ന് പറയും. ഈ തരം അനുയായികൾ, ഈ വിസ്ഡം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം ചില അനുയായികളെയാണ്. നമ്മൾ സാധാരണ പറയല്ലോ, സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ. ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിസ്ഡം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത്.